നോമിനേഷനിൽ വന്നതിൽ ഒരാളെ രക്ഷിക്കാനായിട്ടുള്ള ആ ഒരു അധികാരം ലഭിച്ചിരിക്കുന്നത് നന്ദനക്കും സായിക്കുമാണ്. ബിഗ് ബോസ് അവര് അങ്ങനെ രണ്ടുപേരെയും കൺസെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ആരെയാണ് രക്ഷിക്കാൻ താല്പര്യം എന്നുള്ളത് ചോദിക്കുന്നു. രണ്ടുപേരോടും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാൾ സിജോ ആയതിനാൽ തന്നെ അവർ സിജോന്റെ പേര് പറയുന്നു. ഇനി ഇന്നലെ നടന്ന ആ ഒരു നോമിനേഷനിലേക്ക് പോകുമ്പോൾ ഇത്തവണത്തെ ആ ഒരു നോമിനേഷൻ പ്രോസസ്സിൽ ആകെ വിട്ടുകൊടുത്ത ഒരാള് അൻസിബ മാത്രമാണ്. നിലവിൽ പുറത്തു നിന്നും പ്രേക്ഷകരുടെ പിന്തുണയും അതുപോലെ വോട്ടിങ്ങും വെച്ച് നോക്കുമ്പോൾ ഈ നോമിനേഷനിൽ അധികം ബാധിക്കാത്ത രണ്ടാൾക്കാർ ഒന്ന് ജിൻഡോയും ജാസ്മിനുമായിരിക്കും. അതുപോലെ അപ്സരയും അഭിഷേകും സേഫ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നന്ദനയുടെ കാര്യത്തിലാണെങ്കിൽ നന്ദന ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഹൗസിനകത്തും പുറത്തും നെഗറ്റീവ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം നന്ദനയുടെ പെരുമാറ്റം എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കുറവാണ്. പിന്നെ റസ്മിൻ ഓൾറെഡി നോമിനേഷനിൽ ഉണ്ട്, 2 ആഴ്ചത്തെ നോമിനേഷനാണ്. മാത്രവുമല്ല പുറത്തവർക്ക് കമ്പാരിറ്റീവ്ലി സപ്പോർട്ട് വളരെ കുറവാണ്. അതുപോലെ ഋഷി, റസ്മിൻ, സിജോ എന്നിവരൊക്കെ ആയിരിക്കും ഈ വീക്കിൽ പുറത്തു പോകാനായിട്ട് സാധ്യത കൂടുതലുള്ളത്. ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകളുമായി വീണ്ടും കാണാം.